ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓൾറെഡി പറഞ്ഞാണ്. അതുപോലെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യൻ. മജീഷ്യൻ്റെ ഒരു വളരെ നല്ല കാർഡാണ്. മജീഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മേജർ അർക്കാന കാർഡിലെ സെക്കൻഡ് കാർഡാണ്. പക്ഷേ ഒന്നാണ് നമ്പർ, 0 ആണ്, ഫൂള്, 1 ആണ് മജീഷ്യൻ. ദാറ്റ് മീൻസ് ഒന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യൻ്റെ എനർജിയാണ്, മാത്രമല്ല ഒന്നാമനാണ്. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ റിസോഴ്സുകളും, ബാഹ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. അതായത് നമ്മളിന്ന് എന്താഗ്രഹിച്ചാലും നമുക്കിന്നത് കിട്ടാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രം മതി എന്നാണ് ഈ മജീഷ്യൻ പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടുന്ന റിസോഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പാഷനെ ചേസ് ചെയ്യാൻ ഒരു വോണ്ട് വേണം. അതുപോലെ നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കപ്പ് വേണം. പിന്നെ നമ്മുടെ ബുദ്ധി, അതുപോലെ നമ്മുടെ ക്ലവർ, ഇൻ്റലിജൻസ്, അതിനൊക്കെ നമ്മുടെ സ്വോർഡ് വേണം. അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് പെൻറ്റക്കിൾസ് വേണം. ഇതെല്ലാം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിന്ന് എന്താഗ്രഹിച്ചാലും എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കുന്ന ഒരു ദിവസമാണ് എന്നാണ് മജീഷ്യൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മിറാക്കുലസ് ആയിട്ടുള്ളൊരു ദിവസമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് തന്നെ മജീഷ്യനാണ്. അപ്പം നല്ലൊരു ദിവസമാണ്. മിറാക്കിൾസ് സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു കിട്ടുമെന്നാണ്. പിന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവൻ, ദേവി, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ പേരിൽ വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ കുറച്ചൊരു മാനിപ്പുലേറ്റീവ് പവറിലായിരിക്കുള്ളത്. അതായത് നമുക്ക് എന്താണോ മറ്റുള്ളവരിൽ നിന്ന് വേണ്ടത് അത് നമ്മൾ പറഞ്ഞ് സാധിച്ചെടുക്കാമെന്ന് പറയത്തില്ലേ, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ വഴിക്ക് ആക്കി എടുക്കുന്ന ദിവസമാണ് ഈ മജീഷ്യൻ്റെ എനർജി. അതായത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ മതി, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇന്ന് നിൽക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളും മാനിപ്പുലേറ്റഡ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. എന്താണോ നമുക്ക് ഇപ്പോൾ റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു, റിസോഴ്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് എടുക്കണം. അതുപോലെ ഇതൊരു ക്രിയേഷനാണ്. നമുക്കറിയാം ഒരു മാന്ത്രികൻ അല്ലേ, മാജിക് കാണിക്കുന്ന ആൾ, അയാൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ല. അയാളൊരു കോട്ട് ഇട്ടിട്ടുണ്ടാവും, തലയിലൊരു തൊപ്പി ഉണ്ടാവും, കയ്യിലൊരു വോണ്ട് ഉണ്ടാവും, അത് മാത്രമാണുള്ളത്. പക്ഷേ അയാൾ എവിടെ നിൽക്കുകയോ എന്തൊക്കെയോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കാണാം. വാക്വത്തിൽ നിന്നും ശൂന്യതയിൽ നിന്ന് എന്തൊക്കെയോ അയാൾ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളും ഒന്ന് ക്രിയേറ്ററാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് ആ റിസോഴ്സുകളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്കതിനെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാജിക്കുകൾ കാണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളിന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കും. അതുപോലെ നമുക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ്. ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് 100% നീതി പുലർത്താൻ പറ്റും. എന്ത് ജോലി ചെയ്യുന്നു അതിനെ 100% നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ദിവസമാണ്. അതുപോലെ നമുക്ക് ഭയങ്കര വിൽ പവർ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കൂല, മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടോയെന്നൊന്നും നോക്കൂല, അന്യായ വിൽ പവർ ആയിരിക്കും. ചാടി ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മൾ റിസോഴ്സ്ഫുൾ ആണെന്ന് നമുക്ക് തന്നെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാർഡ് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നാമനാകാനുള്ള സാധ്യതയുണ്ട്. ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടാവും. ചിലപ്പം ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാലേ ഈ പുതിയ മോഡൽസ് ഉണ്ടാക്കുന്നവരെ, ഇപ്പം ബൊട്ടിക്കൊക്കെ നടത്തുന്നവർ, ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു പുതിയ ക്രിയേഷൻ്റെ ദിവസമാണ്. അപ്പം നിങ്ങൾക്ക് പുതിയ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ പറഞ്ഞ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്.
ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ് മജീഷ്യൻ. ദെൻ സെക്കൻഡ് കാർഡ് 2 ഓഫ് വാണ്ട്സ് ആണ്. ഇത് നിങ്ങളൊരു എന്താണ് ഒരു ആശയം, നിങ്ങൾക്ക് ഒരു ജോലിയായിരിക്കാം, പുതിയ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ആശയം, പുതിയൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങുന്നതോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു സൃഷ്ടി, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയതായിട്ടൊരു വരുമാന മാർഗമെന്ന രീതിയിലൊക്കെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു പാഷനെ ചേസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരാശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളിന്ന് അതിൻ്റെ അതർ സൈഡ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ്, സെർച്ച് ചെയ്യുന്നതാണ്. നമുക്ക് എവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും, നമുക്കിത് എവിടെ സെയിൽ ചെയ്യാൻ പറ്റും, നമുക്കിതെങ്ങനെ ഇതിൽ നിന്ന് പണം ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളൊരു ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ അറിയണമല്ലോ, നമ്മുടെ മാർക്കറ്റ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്ന, ഡിസ്കവറി ചെയ്യുന്ന കാർഡാണ് 2 ഓഫ് വാണ്ട്സ്. അതായത് നമ്മുടെ കയ്യിലൊരു ആശയമുണ്ട്, ആ ആശയം വർക്കാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നെല്ലും പതിരും തിരിയുക, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാൽ എന്താകും, മുന്നോട്ട് പോയില്ലെങ്കിൽ എന്താകും, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകാം എന്നൊരു തീരുമാനം എടുക്കുന്ന കാർഡാണ് 2 ഓഫ് വാണ്ട്സ്. അപ്പോൾ ഇന്ന് ഫുള്ള് സെർച്ചിങ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഒന്നുകിൽ നിങ്ങളൊരു വ്യക്തിയായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയൊരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വെയർ അബൌട്ട്സ്, ചിലപ്പം വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്നതായിരിക്കാം, ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയൊക്കെ ഏതൊക്കെ ഹാൻഡിൽസിൽ ഇവർക്ക് പേജസ് ഉണ്ടോ അവിടെയൊക്കെ പോയി ഇവരുടെ ലാസ്റ്റ് സീനോ പ്രൊഫൈലോ സ്റ്റേറ്റസ് അപ്ഡേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇയാളുമായിട്ടുള്ള ചാറ്റുകൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി നോക്കുന്നതായിരിക്കും. ഇവരുടെ ഫോട്ടോസ് സെർച്ച് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മറ്റെന്തെങ്കിലും വെയർബോട്ട്സ് ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുമെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. അതൊരു വ്യക്തിയെക്കുറിച്ചാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ ചേസ് ചെയ്യുന്ന പാഷനെ കുറിച്ചാവാം. ഞാനിപ്പോൾ ഒരു ബൊട്ടീക്ക് തുടങ്ങിയാൽ എനിക്കതെങ്ങനെ തുടങ്ങാൻ പറ്റും, ആരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, എനിക്ക് ഇവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, എനിക്കതിന് പ്രോഫിറ്റ് കിട്ടുമോ, എനിക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ആരാണ് ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കത്തില്ലേ. അതാണ് 2 ഓഫ് വാണ്ട്സ്. ഇതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി സാധനങ്ങൾ സെർച്ച് ചെയ്ത് കാർട്ടിലിടത്തില്ലേ, അങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. മോസ്റ്റ്ലി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. കൂടുതൽ സമയം ഫോണിൽ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ 4 ഓഫ് കപ്സ് ആണ്. ഇതൊരു തരം എന്താണ് മടുപ്പ് എന്ന് തോന്നുന്നതാണ്. അതായത് മടി, അലസത, നിർവികാരത. അതായത് നമുക്ക് എന്നെ കൊണ്ടങ്ങ് വയ്യ. ചിലപ്പോൾ മഴയായിരിക്കും നാളെ, സോറി നാളെയല്ല, ഇപ്പം രാത്രിയാണ് റീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ വെളുത്ത് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം മഴയായിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നുക, ഭയങ്കര ഒരു അലസത തോന്നുക, അതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ട് വന്ന കാര്യം എന്നെ ഭയങ്കരമായിട്ട് മടുപ്പിക്കുക, എനിക്കെങ്ങും വയ്യ, ഇത് എങ്ങനെയും ഇതൊന്ന് അവസാനിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മളൊരു കാര്യത്തെ മടുക്കത്തില്ലേ, അതാണ്. ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുക, റിഗ്രറ്റ് തോന്നുക, ഞാനെടുത്ത ചോയ്സ് തെറ്റിപ്പോയതിന് റിഗ്രറ്റ്ഫുൾ ആയിട്ടിരിക്കുക, അതൊക്കെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരു മെഡിറ്റേഷണൽ എനർജിയിലായിരിക്കും ഉള്ളത്. ഒരു കിറങ്ങിയ അവസ്ഥ നമ്മൾ ഓർത്തില്ലേ, അതാണ്. പിന്നെ മൊത്തത്തിൽ എല്ലാവരോടും ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുക, ഒന്നും വേണ്ട, വയ്യ, മടുത്തു എന്നൊക്കെ തോന്നുന്നൊരു നിർവികാരതയുടെ ദിവസമാണ്. അതാണ് 4 ഓഫ് കപ്സ്. അതായത് നിങ്ങൾ മുമ്പുണ്ടായ ഏതോ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് തല ചടിച്ചു പോയി. അപ്പോൾ ഇനി പുതിയ ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആരും തരാമെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് വേണ്ടേ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ്. ഒരു നിരാശയിലിരിക്കുന്ന എനർജിയാണ് കേട്ടോ, നിരാശയിലിരിക്കുന്ന എനർജിയാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. കാരണം യൂണിവേഴ്സായിട്ട് നമുക്കൊരു കാര്യം കൊണ്ടുവന്ന് നീട്ടുന്നുണ്ട്. അത് ഇത് കണ്ടോ, വീണ്ടും അത് തന്നെ റിപ്പീറ്റഡ് കാണിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു കാര്യം കൊണ്ട് നീട്ടുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ നേരെ കൊണ്ട് നീട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് പറ്റി, മുമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ആകപ്പാടെ പെട്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളെ പഴയ കാര്യങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മറ്റേതായിരുന്നു നല്ലത്. അപ്പോൾ ഇതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഓഫർ നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് വെച്ച് നീട്ടുന്നുണ്ട്. വീണ്ടും അത് തന്നെ വന്നേക്കുന്നു. ഓഫർ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ എനർജി. പക്ഷെ നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇന്നൊരു ഓഫർ വരുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കണം എന്നാണ്. ഇതൊരു ജോബ് ഓഫർ ആയിരിക്കാം, പുതിയൊരു ജോബ് ഓഫർ കിട്ടി നിങ്ങളതിന് കൺഫർമേഷൻ കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ വരുന്നതായിരിക്കും. ഒരു ഓഫർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം.
അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് ഇത് യൂണിവേഴ്സിൻ്റെ സമ്മാനമാണ്, നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഓഫർ എന്ന് പറയുന്നത് ജോബ് ഓഫർ ആയിരിക്കാം, ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയോ ചിട്ടിയൊക്കെ അടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. യൂണിവേഴ്സൽ സമ്മാനം എന്ന് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പഴയ ആളുകളോട് നിങ്ങളിന്ന് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ആളുകളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുക, അവരെക്കുറിച്ച് വീണ്ടും ആലോചിക്കുക, അവരെക്കുറിച്ച് തേടുക, അവരെക്കുറിച്ചുള്ള വേറെ ബോർഡ്സ് നോക്കുക, അവരെ മിസ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു എനർജി ഉണ്ട്. അതായത് പഴയ ആളുകൾ തിരിച്ചു വരുന്നത്, അവരുടെ റീയൂണിയൻ, അല്ലെങ്കിൽ പുതിയ ഒരു ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇന്നലെയും സെയിം കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരുടെയൊക്കെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ്, ഒരു കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് സോൾമേറ്റ് എൻട്രി ആയിരുന്നു, സോൾമേറ്റ്സുമായിട്ട് റീയൂണിയൻ ഉണ്ടെന്നാണ് കണ്ടത്. അതുപോലെ തന്നെ അതിന് ശേഷം വന്ന ദിവസങ്ങളിൽ ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. പുതിയ ലവ് ചിലപ്പോൾ ഇത് പഴയ ആളുകൾ തന്നെ ആയിരിക്കാം, അവർ പണക്കമൊക്കെ മാറി വന്നിട്ട് റീയൂണിയൻ ഉണ്ടാവുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതൊരു ന്യൂ ലവ് തന്നെ ആയിരിക്കും. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഇതൊരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു കാർഡും കൂടിയാണ്. പുതിയ ഓഫർ വരുന്നു എന്നുള്ള കാർഡാണ്. ഒരു ന്യൂ ബേബിയാണ്, കുഞ്ഞാവ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ വളരെ ക്രിയേറ്റീവാണ്, പുതിയൊരു ക്രിയേഷൻ നടത്തുന്നു, ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നു, അത് അങ്ങനെ ഒരു എനർജി ഉണ്ട്. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവുന്നു എന്നൊരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരാളോട്, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കൂട്ടായിരുന്ന ഒരു കൂട്ടുകാരിയായിരുന്ന ഒരാളോട് നിങ്ങൾക്കൊരു ന്യൂ ഫീലിംഗ് തോന്നുകയാണ്. അവരോട് ഇതുവരെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെങ്കിൽ ഇന്നൊരു പുതിയ ഫീലിംഗ് തോന്നുന്നതായിട്ടൊക്കെയാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. അതുപോലെ ഭയങ്കരമായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും എന്നും കൂടെ പറയുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു കല്യാണത്തിൻ്റെയോ മാരേജ് പ്രപ്പോസലോ ഒക്കെ, കല്യാണത്തിൻ്റെ പ്രപ്പോസലായിട്ട് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ കല്യാണ ആലോചനയായിട്ട് വരുന്നുണ്ടാവും. പ്രപ്പോസൽ മീൻസ് ഒരു വ്യക്തി വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ത്രൂ പ്രോപ്പർ ചാനൽ നിങ്ങൾക്ക് പിന്നെ ഒരു കല്യാണ ആലോചനയൊക്കെ ചിലപ്പോൾ ഇന്ന് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു എനർജിയാണ്. എന്താ, നമുക്കൊരു ഓഫർ, അതിപ്പം ഏത് ഓഫറായാലും കുഴപ്പമില്ല, ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സോ ഒരു സമ്മാനമോ ഒരു ലോട്ടറി പോലുള്ള ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. 5 ഓഫ് വാണ്ട്സ്. 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നമുക്കറിയാവുന്ന ആളുകൾ നമുക്ക് ചുറ്റും നിന്ന് നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുക, നമ്മളെ ഉപദ്രവിക്കുക, നമ്മളോട് ചലഞ്ച് ചെയ്യുക, കോമ്പീറ്റ് ചെയ്യുക. അതായത് ഇന്നൊരു മത്സരമുണ്ട്. അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന മറ്റാളുകളും ഉണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ മത്സരിക്കേണ്ടി വരും. സോറി കേട്ടോ. അപ്പം അവരോട് നമ്മൾ മത്സരിക്കേണ്ടി വരും എന്നാണ് ഈ 5 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇതൊരു കോമ്പറ്റീഷൻ്റെയും ചലഞ്ചിൻ്റെയും മാനസിക സംഘർഷത്തിൻ്റെയൊക്കെ കാർഡാണ്. അതുപോലെ ഇത് നമുക്കറിയാവുന്ന ആളുകൾ നമ്മൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാർഡും കൂടിയാണ് 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഒരു വഴക്കാണ്, വഴക്കേ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് വഴക്കുണ്ടാക്കാൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനോട് വഴക്കുണ്ടാക്കാൻ പോയാൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണ്ട. നമുക്ക് എന്തെങ്കിലും ഡിസഗ്രീമെൻ്റ് ഉണ്ടെങ്കിൽ ഒരാളോട് നമ്മളൊരു രണ്ടുപേരും അഭിപ്രായം പറയുമ്പോൾ നമുക്ക് അതിനോട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് മിണ്ടാതിരിക്കുക, നമുക്കത് പറയേണ്ട ആവശ്യം ഇല്ല, നമ്മളതിനെ വിട്ട് കളയാന്നുള്ളതാണ്. അതുപോലെ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാവുക, പേടി, ഭയം, അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ് 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വഴക്കുണ്ടാകാം, എന്നാലും നമ്മൾ വഴക്കിലോട്ട് പോകണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു ഗൈഡൻസ് ആണ്. വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരവിടെ കണ്ട് വഴക്കുണ്ടായിക്കോട്ടെ, എനിക്ക് ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ച് നെവർ മൈൻഡാണ്, സോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് 5 ഓഫ് വാണ്ട്സ്. വഴക്കുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ്, നമ്മുടെ കയ്യിലേക്ക് പണം വരിക, അത് വന്നതിനേക്കാൾ സ്പീഡിൽ പോവുക, അങ്ങനെ ഒരു എനർജി ഉണ്ട്. വന്നു പോയി, ദേ വന്നു ദാ പോയി, അങ്ങനെ ഒരു എനർജി ഉണ്ട്. അതുപോലെ ധാരാളമായിട്ട് പണം വരും, നമ്മളതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നൊരർത്ഥമുണ്ട്. വരുന്ന പണത്തിനെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുക എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണം നമ്മുടേത് മാത്രമല്ല, അത് ഒരുപാട് പേരുടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടി, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് കിട്ടി, പക്ഷെ അത് അർഹതയുള്ള മറ്റാളുകളിലേക്കും കൂടെ എത്തിക്കുക. അപ്പോൾ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാനും കൂടെ ഇന്ന് തയ്യാറാകണം എന്നുള്ളതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണം ആവശ്യമുള്ള കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഓർക്കും അത് ഉള്ളവർ സഹായിക്കട്ടെ എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനല്ല. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 1 രൂപയുള്ളായിരിക്കും, ആ 1 രൂപ കൊടുക്കുക. 1,00,000 പേര് 1 രൂപ കൊടുക്കുമ്പോൾ 1,00,000 രൂപയില്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. പല തുള്ളിയാണ് എപ്പോഴും പെരുവെള്ളം ആവുന്നത്. അപ്പോൾ 1 രൂപയുള്ളൂ, ഞാനത് എന്ത് കൊടുക്കാനാണെന്ന് ഒരിക്കലും വിചാരിച്ച് മാറി നിൽക്കരുത്. 1 രൂപയെങ്കിൽ 1 രൂപ കൂടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടൊരു തുകയായിട്ട് മാറുന്നപ്പോൾ മറ്റാരെങ്കിലും സഹായിക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കയ്യിലുണ്ടോ അത് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നാണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. പണം ധാരാളമായിട്ട് വരും, അതിനനുസരിച്ച്
വരുന്നതനുസരിച്ച് മാത്രം ചിലവ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യണം, ബാലൻസ് ചെയ്യണം, അതുപോലെ അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യണം. ഇപ്പം നിങ്ങൾ ഇന്നൊരു ആത്മപരിശോധന കൂടി നടത്തേണ്ട ദിവസമാണ്. അതായത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയം, എൻ്റെ പണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ആൾ ഞാൻ ഈ കൊടുക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും സമയത്തിനും ഒക്കെ അർഹതയുള്ള ആളാണോ നോക്കണം. കാരണം അപ്പുറത്ത് ഇതിനേക്കാൾ അർഹതയുള്ള മറ്റാളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫാമിലി ലൈഫിലുള്ള ഒരാളാണ്, പക്ഷെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്ക് ചിലപ്പോൾ വേറെ ഫാമിലി അതൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്താൽ അർഹതയുള്ള ആളുകൾ നിങ്ങളുടെ ഫാമിലിയാണ്, പക്ഷെ നിങ്ങൾ അവിടെ അത് ചെയ്യുന്നില്ല, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? അവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ പ്രയോറിറ്റി നോക്കി മാത്രം ചെയ്യുക, അർഹത നോക്കി മാത്രം ചെയ്യുക. എപ്പോഴും നമ്മളും നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. നമുക്കാണ് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്, സെൽഫ് ലവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫാമിലി, അതിനുശേഷം മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും പോവുക എന്നുള്ളതാണ്. അതും കൂടിയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അർഹതയുള്ള ആളുകളിലേക്ക് നമ്മുടെ സ്നേഹവും കരുതലും പണവും എല്ലാം ചെല്ലട്ടെ, സമയം. ദെൻ മൂൺ എനർജിയാണ്. ഒരു പേടി, ഭയം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം കിടന്ന് തിളയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഭയം എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഭയം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാരിറ്റി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ ചില ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ വരേണ്ടി വരും. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല എങ്കിൽ നിങ്ങൾ മൂൺ എനർജിയിലേക്ക് പോവുകയും ചെയ്യരുത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മളവിടെ പേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇരുട്ടിൽ എന്തോ നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്ലാരിറ്റി കിട്ടാൻ എന്ത് ചെയ്യണം? ഇരുട്ടത്തോട്ട് ഇറങ്ങി നിന്ന് നോക്കണം. ആ ഇരുട്ടിൽ എന്താണുള്ളത്, ഞാൻ ഈ പേടിച്ച പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ, ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇരുട്ടത്ത് ഇറങ്ങി നിൽക്കണം. ഒരു ദിവസം നിന്നു, 2 ദിവസം നിന്നു ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇരുട്ടത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ വെട്ടത്ത് നിൽക്കുന്ന കാര്യം മാത്രമേ ഇരുട്ടത്തും ഉള്ളൂ. പിന്നെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ക്ലാരിറ്റി വരുത്തുന്നത് വരെ നമുക്കൊരു പേടിയുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ട് നിങ്ങൾക്കൊരു പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മൂൺ എനർജി വന്നേക്കുന്നത്? ഡെത്ത് കാർഡാണ്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നതിന് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ആക്കണം. നിങ്ങൾക്ക് ആ സമയമാണ്, നിങ്ങളുടെ ആ കർമ്മം അവസാനിക്കുന്ന സമയമാണ്. പക്ഷെ അത് എൻഡായി പോകുന്നത് നിങ്ങൾ ഭയപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും ചില ആളുകൾ, ചില സാധനങ്ങൾ, ചില സ്ഥലങ്ങൾ. അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങൾ അവരോട് ഭയങ്കര ഒബ്സഷൻ ആയിരിക്കും, ഭയങ്കരമായിട്ട് അഡിക്റ്റീവ് ആയിരിക്കും അവരോട്. പക്ഷെ ആ ആളുകൾ നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോവുകയും നിങ്ങളുടെ നെഗറ്റിവിറ്റിയിലോട്ട് നിങ്ങളെ തള്ളിവിടുക മാത്രമാണ് ചെയ്യുന്നത്. അവരെ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് വിചാരിക്കുക. അവരെ യൂണിവേഴ്സായിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റും. പക്ഷെ നിങ്ങൾ അവരെ വിടാൻ തയ്യാറല്ല. അത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അവരെന്നിൽ നിന്ന് പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ എന്താവുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ അത് ഉള്ളത് കൊണ്ട് പേടിക്കുവാണ്. മനസ്സിലായി? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വിട്ടുകളാ, അത് പോട്ടെ, അത് ഡെത്തായി പോട്ടെ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെല്ലാം നിങ്ങൾ വിട്ടുകളയുക. അതെല്ലാം പോയി കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവും. നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് എല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് ഒന്ന് നിറയുകയും ചെയ്യും. അപ്പോൾ ഇന്നൊരു പേടിയുടെ എനർജി കാണുന്നുണ്ട്, മൂഡ് സ്വിങ്സ് കാണുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്ത ഡിപ്രഷൻ ഫേസ് പോലെ കാണുന്നുണ്ട്. മൂഡ് സ്വിങ്സ് സാരമില്ല. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച, ദാറ്റ് മീൻസ് ഇന്നലെ ഞായറാഴ്ച, എൻ്റെ നല്ല ദിവസം ന്യൂ മൂൺ ഡേ ആയിരുന്നു. അപ്പോൾ ഈ ന്യൂ മൂൺ ഡേയുടെ ഒരു പ്രത്യേകത 2 ദിവസം മുന്നേ ആയിരിക്കും, ചിലപ്പോൾ ന്യൂ മൂൺ ഡേയുടെ അന്നായിരിക്കും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂഡ് സ്വിങ്സ്, ഒരു ഡിപ്രഷൻ പോലെ നമുക്ക് തോന്നുന്നതാണ് ഈ പറഞ്ഞ മൂൺ എനർജി കേട്ടോ. അതുപോലെ ഇത് ഭയങ്കര ഇല്യൂഷനാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഒരുതരം ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഭയങ്കര ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും. നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ണിന് മുമ്പിൽ കാണിച്ചു തരും. നമ്മൾ അന്തം വിട്ടു. വൈകുന്നേരം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിത്. അതുപോലെ നമുക്ക് ഭയങ്കര ആങ്സൈറ്റി, ഞാൻ പറഞ്ഞില്ലേ, ഒരുതരം മൂഡ് സ്വിങ്സ് ആണ്. ആങ്സൈറ്റി വരും, പെട്ടെന്ന് പേടി വരും, വെറുതെ ഒരു ടെൻഷൻ വരിക മനസ്സിലേക്ക്, എന്താണെന്ന് അറിയത്തില്ല. ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവരെ പെട്ടെന്ന് ഭയങ്കര ടെൻഷനാവും, ഭയങ്കര ഹെവിനെസ് വരും, എന്താണെന്ന് മനസ്സിലാവത്തില്ല. അത് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ്, മാത്രമല്ല ഈ ഒരു മൂഡ് എനർജി കിടക്കുന്നതുകൊണ്ടാണ്. അതുപോലെ
നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ കിടക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ടൈം വർക്കിംഗ് ആണ്, അതിലെന്താണോ കിടക്കുന്നത് അത് നിങ്ങൾ അറിയാതെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും ചില സമയത്ത്. അത് നമ്മളെ കുറച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം കൂടെ പാരലായിട്ട് നടക്കുന്നുണ്ടായിരിക്കും, വേറൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? അത് ഈ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ളൊരു സ്ട്രഗിളാണത്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് ഒരു പാരലായിട്ട് നമ്മൾ പുറമേ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വേറെ എന്തോ ഒരു ചിന്തയും കൂടെ നടക്കും. എന്നിട്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഈ മൂൺ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ആകപ്പാടെ ഡിപ്രഷൻ വരും. അതായത് പുറമേ ചിരിക്കുകയും ഉള്ളിൽ കരയുകയും ചെയ്യുന്നൊരു എനർജി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഞാൻ റീഡ് ചെയ്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നെക്സ്റ്റ് ഡെത്ത് കാർഡാണ്. അപ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലെ കുറേ കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെത്തായി പോകുന്നുണ്ട്. ഇത് ഡെത്ത് ഓഫ് ആൻ ഇയറാന്നോ ഡെത്ത് ഓഫ് എന്താണ് കാർമിക് സൈക്കിൾ എന്നോ എൻഡിങ് എന്നൊക്കെ പറയാം. എൻഡിങ്ങും ആണ് ബിഗിനിങ്ങും ആണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കേട്ടോ. ഡെത്തായി പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീബർത്ത് ആവുന്നുമുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് തീർത്ത് കാർമിക് സിറ്റുവേഷൻ എൻ്റെ പാക്കിയ കാര്യങ്ങൾ ആ കർമ്മ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് റിജുവിനേറ്റ് ചെയ്യുന്നത് നല്ലതായിട്ടായിരിക്കും. അപ്പം അങ്ങനെയും ബിഗിനിങ് ആയിട്ടും വരുന്നുണ്ട് ഡെത്തും. അതുപോലെ തന്നെ റീബർത്തും. ഒരു ജന്മത്തിൽ തന്നെ ഡെത്ത് റീബർത്തും വരുമല്ലോ. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ മനുഷ്യനാവത്തില്ലേ, അത്തരത്തിലുള്ളൊരു പുനർജന്മമാണെന്നും കാണുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്തയിലും കാഴ്ചപ്പാടിലൊക്കെ വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വല്ലാത്തൊരു മാറ്റം ട്രാൻസ്ഫർമേഷൻ ഫേസിലൂടെ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ പൂമ്പാറ്റയില്ലേ, പൂമ്പാറ്റ പുഴുവിൽ നിന്നാണ് പൂമ്പാറ്റ ആവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിവർത്തനം നിങ്ങളിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. പെട്ടെന്നായിരിക്കും ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും ഒരു ഇൻസൈറ്റ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്ത മൊത്തത്തിൽ മാറി പറഞ്ഞിട്ട് നിങ്ങൾ വേറെ തലത്തിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് ഈ ഡെത്ത് കാർഡ് പറയുന്നത്. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇന്ന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ഒരേ ജോലി തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുക, അതിൽ സ്കില്ലുണ്ടാക്കുക. നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇന്ന് കുറച്ച് കോൺഷ്യസ് ആയിട്ട് മെനക്കെട്ടിരുന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ടായിരിക്കും. ആ പഠിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ എക്സ്ട്രാ ജോലി ചെയ്യും, എക്സ്ട്രാ പണം ഉണ്ടാക്കും. അതുപോലെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ഒരു കാര്യമാണിത്. എക്സ്ട്രാ എഫേർട്ട് ഇടുക, എക്സ്ട്രാ ജോലി ചെയ്യുക, അതുപോലെ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം നേടുക, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പുതിയ കാര്യം പഠിക്കുക, ഒരു അപ്രന്റീസ്ഷിപ്പിൽ പോവുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ 8 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് കേട്ടോ. നമ്മളൊരു പാഷനിൽ വളരെയധികം അതിൽ നമ്മുടെ ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ ഒരു കാര്യം ചെയ്ത് അതിൽ വളരെ ഒരു മിടുക്കനാവുക, വെറ്ററാനാവുക എന്നൊക്കെ പറയത്തില്ലേ, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാവുക എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു എനർജി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ തന്നെ നമ്മളിങ്ങനെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ട്. അതുപോലെ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്യുക എന്നാണ്. അപ്പോൾ ഇത് കൂടുതൽ ജോലി ചെയ്യും, കൂടുതൽ പണം വരുമെന്നാണ് കാണുന്നത് കേട്ടോ. ഇതാണ് 6 ഓഫ് പെന്റക്കിൾസ്. 10 ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ ഇത് സെയിം തന്നെയാണ്. കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. മറ്റ് പലരുടെ ജോലിയും കൂടെ ചിലപ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. മറ്റ് പലരുടെ ചില കർമ്മകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഈ 10 ഓഫ് വാണ്ട് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. 10 എപ്പോഴും പരിവർത്തനത്തിൻ്റെയാണ്. അതുപോലെ 10 എന്ന് പറയുന്നത് 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ആ വാണ്ടിൻ്റെ യാത്ര എപ്പോഴും ഒരു കാർമിക്കാണ്. അപ്പോൾ ആ കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ എൻഡിലേക്ക് നിങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. നിങ്ങളുടെ തലയിൽ കുറച്ചധികം ബാധ്യതകൾ ഇരിക്കുന്നുണ്ട്, കുറച്ചധികം ഹെക്റ്റിക് ആയിരിക്കും ഇന്നത്തെ ദിവസം. അതായത് കുറച്ച് ടെൻഷൻ, കുറേ അധികം കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ഇത് ചെയ്ത് തീർക്കും എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതാണ് 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഒരുതരം ബേർഡൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊരു ബാധ്യതയോ ബേർഡനൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെയാണ്. കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും ഹാർഡ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടൊന്ന് അധികം ജോലി ചെയ്യും. എന്ത് ചെയ്താലും അതിൽ നല്ല ആവേശത്തോടു കൂടി ചെയ്യും, അഭിനിവേശത്തോടു കൂടി ചെയ്യും. വളരെ പാഷനേറ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. അതുപോലെ വളരെ വേഗത്തിൽ ദൂരെ യാത്ര പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. യാത്രയുടെ കാർഡുണ്ട്. വളരെ ദൂരെ യാത്ര പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു മടുപ്പ് വരുന്നുണ്ട്, ഇടയ്ക്കൊരു വഴക്ക് വരുന്നുണ്ട്, ഇടയ്ക്കൊരു മൂൺ എനർജി വരുന്നുണ്ട്. പക്ഷേ പുതിയ ഓഫറുകൾ വരുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കുന്ന രീതിയിലുള്ള മജീഷ്യൻ്റെ കാർഡാണ്. ഇന്ന് ലക്കിൻ്റെ ദിവസമാണ് കേട്ടോ. നിങ്ങൾ ലോട്ടറി ഒക്കെ എടുത്താൽ ചില പഠിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് മജീഷ്യനെ. മിറാക്കിൾസ് സംഭവിക്കുമെന്നാണ്. നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമെന്നാണ് ഈ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, നമ്മളൊരു മജീഷ്യൻ ആണെന്നാണ് കേട്ടോ. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളാണ്, സൂര്യൻ്റെ എനർജിയാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ്? ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. അതായത് ഇവിടെ 10 ഓഫ് വാണ്ട് ഒക്കെ ഇല്ലേ, അതായത് നമുക്ക് ഓവർ ബേർഡൻ ആയിരിക്കും, നമുക്ക് എടുത്താൽ പൊങ്ങാത്ത അത്രയും ഭാരം നമ്മുടെ തലയിൽ ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ എന്തോരം ജോലി ചെയ്തിട്ട് തീരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കത്തില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, പറ്റുന്ന അത്രയും ചെയ്യുക, ബാക്കി മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ദെൻ ഒരു നോ വരുന്നുണ്ട്. ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. നോ എന്നാണ് മനസ്സിൽ തോന്നുന്നതെങ്കിൽ നോയാണ് ഉത്തരം, നോ തന്നെയാണ്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി അത് എസ് ആക്കരുത്. കാരണം ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കണം. മൂൺ എനർജി ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് ഇൻഡ്യൂഷനിൽ വർക്ക് ചെയ്യും. അപ്പം നോക്കുക നമ്മുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത്. എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇന്ന് പോകണ്ടെന്ന് പറയുന്നെങ്കിൽ പോകണ്ട, നോയാണ് കേട്ടോ. അപ്പോൾ പിന്നോട്ട് രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല, ഇൻഡ്യൂഷൻ പറയുന്നതനുസരിച്ച് വർക്ക് ചെയ്യുക. ദെൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഉള്ളത്, അത് 2 ഓഫ് വാണ്ടാണ്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തീരുമാനത്തിലേക്ക് വരാനായിട്ട് കൂടുതൽ അറിവ് ആവശ്യമാണ് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുക, കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വെയർ അബൌട്ട്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ബെറ്റർ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും ഇത് ശരിയാകുമോ എന്നൊരു സംശയം തോന്നിയാൽ പിന്നെ അതിലോട്ട് പോവണ്ട, ഇന്നത്തേക്ക് മാറ്റി വെക്കുക. നാളെ നമുക്ക് വീണ്ടും അന്വേഷണം പുനരാരംഭിക്കാം. കൂടുതൽ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തതിന് ശേഷം മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇന്നൊരു തീരുമാനം എടുക്കാവുള്ളൂ. നോ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് സൂക്ഷിക്കണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തീരെ സൗണ്ട് ഇല്ല, അതുകൊണ്ട് ഈ വീഡിയോ എങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് എനിക്കൊരു ധാരണയില്ല. വോയിസ് കുറവാണെങ്കിൽ എന്നെ ഒന്ന് ചീത്ത വിളിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റീഡിങ് കേട്ടോ. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് താങ്ക് യു യൂണിവേഴ്സ് എന്നെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഇങ്ങനെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഡബിൾ ടാപ്പ് ചെയ്താൽ പോരെ, അത് മതി. അത് ലൈക്ക് ചെയ്താൽ മതി. കമൻറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ കമൻറ്റ് ഇട്ടാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you so much for watching my video. Thank you.